മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സെലിംകുമാറിന്റെ മകൻ ചന്തു സെലിംകുമാർ ഇത്തവണ ദേശീയ ചലച്ചിത്ര അവാർഡിനെതിരെ ആക്രോശിച്ച് തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് ചന്തു സെലിംകുമാർ വിളിച്ചു പറഞ്ഞത് എന്നൊന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിനുശേഷം ഈ ചന്തു സെലിംകുമാറിന്റെ സിനിമ അഭിനയത്തെ കുറിച്ച് സിനിമാ മേഖലയിലെ പ്രമുഖർ തന്നെ പറയുന്നത് നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. മാത്രവുമല്ല, ഇവരൊക്കെ ഈ പൊക്കിപ്പിടിച്ചു വരുന്ന സിനിമ എത്രത്തോളമാണ് ഇവിടെ വിഷയങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളതും തെളിവ് സഹിതം തന്നെ മുന്നോട്ട് വെക്കാം. കഴിഞ്ഞ തവണ നടി ഉർവശിയെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കാത്തതായിരുന്നു പ്രശ്നമെങ്കിൽ ഇത്തവണ സെലിംകുമാറിന്റെ മകന് ഈ മഞ്ഞുമൽ ബോയ്സ് ഈ ചന്തു അഭിനയിച്ച സിനിമയെ തിരഞ്ഞെടുക്കാത്തതാണ് പ്രശ്നം. അതാണ് യാഥാർത്ഥ്യം. ഏതായാലും എന്താണ് ചന്തു വിളിച്ചു പറഞ്ഞത് എന്നത് വായിച്ചു കേൾപ്പിക്കാം. 2050 ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പഠിക്കുന്ന ഒരു കുട്ടിയെ കുറിച്ച് സങ്കല്പിക്കുക. അവർ ദേശീയ അവാർഡ് ജേതാക്കളുടെ പട്ടിക പരിശോധിക്കും. ആഘോഷിക്കപ്പെട്ട എല്ലാ സിനിമകളും കാണും. ആരാണ് അധികാരത്തിലിരുന്നതെന്നോ രാഷ്ട്രീയ കാലാവസ്ഥ എന്തായിരുന്നു എന്നോ അവർക്ക് അറിയില്ല. സ്ക്രീനിൽ എന്താണ് കാണുന്നതെന്ന് മാത്രമേ അവർ വിലയിരുത്തൂ. സാധാരണ സിനിമകൾക്ക് ബഹുമതി ലഭിച്ചപ്പോൾ മികച്ച സിനിമകൾ അവഗണിക്കപ്പെട്ടുവെന്ന് കണ്ടാൽ സ്വാഭാവികമായും അവർ ചോദിക്കും എന്തുകൊണ്ടെന്ന്. പ്രതിഭയേക്കാൾ ഭരണകക്ഷിയോടുള്ള അടുപ്പമാണ് അവാർഡുകളെ സ്വാധീനിച്ചതെന്ന് ആളുകൾ മറുപടി നൽകിയാൽ ചരിത്രം അത് ഓർക്കും. ട്രോഫി എന്നേക്കും നിലനിൽക്കും. പക്ഷെ അത് എങ്ങനെ നേടി എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. സർക്കാരുകളെക്കാൾ മികച്ച നിലനിൽപ്പുള്ളവയാണ് അവാർഡുകൾ. രാഷ്ട്രീയ സൗകര്യങ്ങളുടെയല്ല, കലാപരമായ മികവിന്റെ തെളിവായി അവ നിലകൊള്ളണം. ആളുകൾക്ക് അതിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ചരിത്രം ഇവയെ അവരുടെ കാലത്തെ ഏറ്റവും മികച്ച സിനിമകളായി ഓർക്കില്ല. യോഗ്യതയേക്കാൾ അധികാരം പ്രധാനമായിരുന്നപ്പോൾ വിജയിച്ച സിനിമകളായി അത് ഓർക്കും. വലിയ ഘോരം ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. സ്വന്തം സിനിമക്ക്, ഞാൻ അഭിനയിച്ച സിനിമക്ക് കിട്ടിയില്ല, എന്നാൽ ഈ നടന്ന സകലതും മോശമാണെന്ന് പറയാൻ ഈ ചന്തു സെലിംകുമാറിനൊന്നും ഉളുപ്പില്ലേ. ഇനി ഈ പറയുന്ന മഞ്ഞുമ്മൽ ബോയ്സിനൊക്കെ ഒരു അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ ഇവർ ഈ പറഞ്ഞതുപോലെ തന്നെ 50 വർഷം കഴിയുമ്പോൾ സിനിമ കാണുന്ന ഒരു കുട്ടി കൃത്യമായിട്ട് നോക്കും ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ കൃത്യമായിട്ടൊരു വാർത്ത കാണും. ആ വാർത്ത ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ന്യൂസ് 18 മലയാളത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് സൗബനും കൂട്ടരും പണം മുടക്കിയില്ല, നടന്നത് 7 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പെന്ന് കണ്ടെത്തൽ. ഈ വാർത്ത വന്നിട്ടുള്ളത് 2026 ജൂൺ 4-ാം തീയതിയാണ്. നടൻ സൗബിൻ ഷായർ, പിതാവ് ബാബു ഷായർ, ഷോൺ ആന്റണി എന്നിവരാണ് പ്രതികൾ. ന്യൂസ് 18 വന്ന വാർത്ത ഞാൻ വായിക്കുന്നേ ഉള്ളൂ. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. 1000 പേജുള്ള കുറ്റപത്രം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചു. നിർമ്മാതാക്കൾക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് കുറ്റപത്രത്തിൽ അടങ്ങിയിട്ടുള്ളത്. സിനിമയുടെ നിർമ്മാണത്തിനായി പ്രതികൾ പണം മുടക്കിയിട്ടില്ല. പ്രതികൾ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ തട്ടിപ്പ് നടത്തി. നടൻ സൗബിൻ ഷായർ, പിതാവ് ബാബു ഷായർ, ഷോൺ ആന്റണി എന്നിവരാണ് പ്രതികൾ. സിനിമയുടെ ലാഭത്തിന്റെ 40% നൽകാമെന്ന് കാണിച്ചു പ്രതികൾ 7 കോടി തട്ടിയെടുത്തു എന്നാണ് അരൂർ സ്വദേശിയുടെ പരാതി. കേസിൽ പ്രതികൾക്ക് നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ഇതൊക്കെ തന്നെ 50 വർഷം കഴിയുമ്പോൾ ഏതൊരു കുട്ടിയും ഈ പറയുന്ന ചന്തു സെലിംകുമാർ പൊക്കിപ്പിടിച്ച അതേ വിഷയത്തിൽ 50 വർഷം കഴിയുമ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സിനൊക്കെ അവാർഡ് കൊടുത്താൽ അന്ന് രാജ്യം ഭരിച്ചവർ എത്ര മോശമായിരുന്നു എന്ന് പറയില്ലായിരുന്നു. ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സിനൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുമില്ലാത്ത, കേസില്ലാത്ത, തട്ടിപ്പ് നടത്താത്ത സിനിമകളല്ലേ യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ടത്. ഇത് കേസ് വന്നു എന്നൊക്കെ ഞാൻ ഈ വാർത്തയിൽ വായിച്ചത്. അതായത് 50 വർഷം കഴിയുമ്പോൾ ഒരു ശരാശരി ഒരു സാധാരണ കുട്ടി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ഗൂഗിളിൽ നോക്കുമ്പോഴേക്ക് ആദ്യം വരിക ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളുടെ വാർത്തയാകുമ്പോ ഒരു അവാർഡ് ഇത്തവണ കൊടുത്തിരുന്നെങ്കിൽ അന്ന് രാജ്യം ഭരിച്ചിരുന്നവർക്കല്ലേ വലിയ മോശം എന്ന് പറയുന്നത്. പിന്നെ ഈ ചന്തു സെലിംകുമാർ
ഫേസ്ബുക്കിലൊക്കെ ആവുന്നത് പോലെ മോദിക്കെതിരെ തോന്നിയത് വിളിച്ചു പറയുന്ന ഒരുത്തനാണ്. ഞാനൊരു പോസ്റ്റ് ഇവിടെ കൊടുക്കാം. ഇത്തരത്തിലാണ് വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറഞ്ഞിരുന്നത്. ശരിയായ രീതിയിൽ വോട്ട് ചെയ്യോ, യഥാർത്ഥ ജീവിതത്തിൽ മോദിജിയെ പോലെയാകരുത്, ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം അദ്ദേഹത്തെ പോലെയാവുക, അതിലേക്ക് നേരെ നോക്കുക, എന്നെ പോലെ തന്നെ മോദി അങ്ങ് അപമാനിച്ചാണ് ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസുകാരനായിട്ടുള്ള ചന്തു സലീമിന് മോദി ഇനി എന്ത് നന്മ ചെയ്താലും അത് നന്മയായിട്ട് തോന്നില്ല. അത് കോൺഗ്രസിന്റെ അടിമയാവുന്നതിന്റെ ഒരു പ്രശ്നം വേറൊന്നുമല്ല. നരേന്ദ്രമോദി ഇത്തവണ എത്രത്തോളം സുന്ദരമായിട്ട്, ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര അവാർഡൊക്കെ രാജ്യത്ത് എത്രത്തോളം സുന്ദരമായിട്ടാണ് നടന്നത് എന്ന് വിവേകമുള്ള സകല ആളുകൾ മനസ്സിലാക്കിയ, എന്തിനും ഏതിനും മോദിയെ തോന്നിയത് വിളിച്ചു പറയുന്ന ചന്തു സലീം കുമാറിനൊന്നും അതൊരിക്കലും മനസ്സിലാവില്ല. ലളിതമായ ചോദ്യം, മമ്മൂട്ടി BJP-യിലാണോ? മമ്മൂട്ടി മോദി ഫാനാണോ? മമ്മൂട്ടി ഇതിലൊക്കെ അംഗത്വമുള്ളൊരു സംഖ്യയാണോ? ഇത് ലളിതമായ ചോദ്യം. അപ്പൊ ഈ ഭരണത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അധികം ഈ പറയുന്ന അവാർഡ് കിട്ടുമോ എന്ന് പറയുന്നത് തകർന്ന് തരിപ്പടയില്ലേ? ഒരു ഒറ്റ ചോദ്യത്തില് സകല മലയാളികൾക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. മമ്മൂട്ടി BJP-യാണോ? മമ്മൂട്ടി അധികാരത്തിനൊപ്പം മുന്നോട്ട് പോകുന്ന ഒരാളാണോ? അല്ല. മികവുള്ളത് കൊണ്ട് അംഗീകാരങ്ങൾ തേടിയെത്തി ഈ മമ്മൂട്ടിക്ക് UP ഭരിച്ച 10 വർഷക്കാലം ഈ അവാർഡ് കിട്ടിയിട്ടുമില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യം. അതായത് മികവുണ്ടെങ്കിൽ അംഗീകാരങ്ങൾ തേടിയെത്തും. മഞ്ഞുമൽ ബോയ്സിനൊന്നും എന്ത് തേങ്ങ കിട്ടാനാണ് എന്നൊക്കെ മലയാളികളെ കൊണ്ട് ചോദിപ്പിക്കരുത്. കാരണം മഞ്ഞുമൽ ബോയ്സിന് കിട്ടിയില്ല, അതുകൊണ്ട് മൊത്തമായിട്ട് മോദിക്ക് പ്രശ്നം, അധികാരത്തിന് പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ പൊളിറ്റിക്കലി തന്നെ ആ സിനിമക്കെതിരെ മറുപടി പറയേണ്ടി വരും. അതേപോലെ ചന്തു സലീം കുമാറിനും മറുപടി തരേണ്ടി വരും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇത്രത്തോളം തെളിവ് വെച്ച് മുന്നോട്ട് കാര്യങ്ങൾ വെച്ചത്. ഇനി മോദിയെ തോന്നിയതുപോലെ അപമാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ലേ? അപ്പൊ സിനിമാ മേഖലയിലെ പ്രമുഖനായിട്ടുള്ള അശ്വന്ത് ഗോക്ക് തന്നെ എന്താണ് ഇവന്റെ അഭിനയമൊക്കെയായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്നും ഒന്ന് കേട്ടു നോക്കാം. ആക്ഷൻ തുടങ്ങാം. കിച്ചു ടെല്ലസ് ഒക്കെ വന്നിട്ട് പിന്നെ ചന്തു സലീം കുമാർ, അയ്യോ ചന്തു സലീം കുമാറാണ് ഇതിലെ മെയിൻ വില്ലൻ. പുള്ളി മറ്റേ മഞ്ഞുമൽ വോയിസിൽ ഇങ്ങനെ ഉറക്കം തോന്നി നിൽക്കുന്നില്ലേ, ഇങ്ങനെ കിളി പോയിട്ട്. അത് തന്നെ ഇതിനകത്തും തമിഴ് പേസും. പിന്നെ ഇതിലൊരു സീനിൽ ചന്തു സലീം കുമാർ ഒരു വാളെടുത്ത് വീശിയുണ്ട്. അതിൽ ഇരുത്തിയൊക്കെ എങ്ങനെയാണ് ഇരുത്തിയേക്കുന്നത്? ബൈക്ക് ഓടിക്കുന്ന ആൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പുറകിലൊരു കാല് വിട്ടിരിക്കുകയില്ലേ. ഇനി അടുത്ത വെള്ളിയാഴ്ച സലീം കുമാർ പറയില്ല, ഇനി അടുത്ത വെള്ളിയാഴ്ച CID മൂസില്ല, അതുപോലത്തെ ഒരു കോമഡി പീസ് വില്ലൻ. പുള്ളി സീരിയസ് ആയിട്ടാണ് ചെയ്തത്. ചന്തു സലീം കുമാർ ചെയ്തതിന്റെ കുഴപ്പം മാത്രമല്ല, ഇത് എഴുതിയ ക്യാരക്ടറിന്റെ പ്രശ്നം കൂടിയാണ്. ചന്തു സലീം കുമാറിന്റെ അഭിനയത്തെ കുറിച്ചൊക്കെ അശ്വന്ത് ഗോക്ക് എന്താണ് പറയുന്നത് ഒന്നൊന്ന് കേട്ടാൽ മാത്രം മതി. കൂടുതലൊന്നും ആ അഭിനയത്തിന്റെ മികവിനെ കുറിച്ചൊന്നും പറയുന്നില്ല. മോദിയൊക്കെ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയാ, കേരളത്തിൽ 4 ആള് കൈയടിക്കാനുണ്ടാവും എന്നുള്ള ആ കുരുട്ടുബുദ്ധിയൊക്കെ ആയിട്ട് മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ആയിട്ട് രംഗത്ത് വരാൻ ഈ ചന്തു സലീമിനൊന്നും നാണമില്ലേ എന്ന് ചോദിക്കുന്നൊന്നുമില്ല. ഉദ്ദേശിച്ച് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ഈ ചന്തു സലീം കുമാറിന്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ ലളിതാണ്. ഒന്ന് ശ്രദ്ധ കിട്ടണം, 4 ആളെന്ന് നോക്കണം, അതിനുവേണ്ടി മോദിയെ തോന്നിയത് പറയാം. അപ്പൊ അത് ഏറ്റുപിടിക്കാൻ നമ്മുടെ കേരളത്തിലെ സകല മോദി വിരുദ്ധ, ശരി അത് സുഡാപ്പികളാണെങ്കിലും ജിഹാദികളാണെങ്കിലും അത് UDF LDF ഇങ്ങനെ കൊണ്ട് നിരന്ന് നിന്ന് അങ്ങ് കൈയടിക്കലോ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടല്ലേ ഈ പറഞ്ഞ ദേശീയ ചലച്ചിത്ര അവാർഡിനെതിരേക്ക് തോന്നിയത് പറഞ്ഞത്. ദേശീയ ചലച്ചിത്ര അവാർഡ് ഇത്തവണ പ്രഖ്യാപിച്ചതിൽ വളരെ സുന്ദരമാണ്. മമ്മൂട്ടി മുതൽ വളരെ കൃത്യമായിട്ട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആളുകൾക്ക്. എന്നിട്ട് അതിനും തോന്നിയത് വിളിച്ചു പറയും. പിന്നെ മറ്റൊരു കാര്യം, 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. കേരളത്തിലെ സിനിമാ മേഖല എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഏത് 140 കോടി ജനങ്ങളെ എടുത്തു നോക്കുമ്പോൾ 3.5 കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ആ ഒരു മേഖലയാണ് മലയാള സിനിമാ മേഖല എന്ന് പറയുന്നത്. അപ്പോ എല്ലാ മേഖലയിൽ നിന്നും പരിഗണിക്കുമ്പോഴും ഏറ്റവും മികച്ച നടനായിട്ട് മമ്മൂട്ടിയെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ എന്ത് ഭരണപക്ഷത്തോട് കൂറുള്ളവരെ എടുത്തു എന്നൊക്കെയാണ് ഈ ചന്തു സലീം കുമാറൊക്കെ ഉളുപ്പില്ലാതെ വിളിച്ച് പറയുന്നത്.